ഹലോ, എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗ്രേഷ്മ. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് അക്കാഡമി. അക്കാഡമിയിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സിലബസിനനുസരിച്ചാണ് ഓരോ ക്ലാസ്സും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലൈവ് ടെസ്റ്റും ക്വിസും ഉണ്ടായിരിക്കും. പിന്നെ ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ആ സമയത്തിനനുസരിച്ച് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ലാംഗ്വേജിലെ ക്ലാസ്സസിന് സെലക്ട് ചെയ്യാം. ഏത് സമയത്തും എവിടെ വെച്ചും പഠിക്കാം. കാരണം ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, ലൈവ് ആൻസർ പോലുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് കിട്ടും, പിന്നെ PDFs ആൻഡ് അതർ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ ഒരു ഉത്തരം ഒരുപാട് ചോദ്യം എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിൽ അടുത്ത വീഡിയോ ആണ് 1946. 1946 ഉത്തരമായി വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ കർഷക സമരം നടന്നത് 1946 ആണ്. കരിവെള്ളൂർ കർഷക സമരം കണ്ണൂർ. കാസർഗോഡിലെ ചീമേനി എസ്റ്റേറ്റിലെ വിറകുതോൽ സമരം 1946. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പേര് മാറ്റിയത് 1946. ഇന്ത്യൻ നാവിക കലാപം 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 ആണ്. അപ്പോൾ 1946 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പഠിക്കാലോ. പുന്നപ്ര വയലാർ സമരം, പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ കർഷക സമരം, വിറകുതോൽ സമരം, ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പേര് മാറ്റി, ഇന്ത്യൻ നാവിക കലാപം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. അപ്പൊ 1946 ഉത്തരമായി വരുന്ന ചോദ്യങ്ങളാണ്. പുന്നപ്ര വയലാർ സമരം 1946, കരിവെള്ളൂർ കർഷക സമരം 1946, വിറകുതോൽ സമരം 1946, ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയത് 1946, ഇന്ത്യൻ നാവിക കലാപം 1946, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946. അപ്പൊ 1946 എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ്. പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ കർഷക സമരം, വിറകുതോൽ സമരം, ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി, ഇന്ത്യൻ നാവിക കലാപം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. അപ്പൊ ഒന്നുകൂടെ പറയാം. പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ കർഷക സമരം, വിറകുതോൽ സമരം, ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റി, ഇന്ത്യൻ നാവിക കലാപം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. അപ്പൊ ഇത്രയാണ് 1946 എന്ന വർഷം ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ. പ്രധാനമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്തായാലും മറക്കാതെ ഓർമ്മിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് ഗ്രേഷ്മയാണ്. അപ്പോൾ നിങ്ങൾ അക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.